ನಮ್ಮಲ್ಲಿ ದೈವಾರಾಧನೆ ಕೋಲ, ನಿಮ್ಮಲ್ಲಿ ತಯ್ಯಂ. ಸೊ ಒಂದು ಸಿಮಿಲರ್ ಕನೆಕ್ಷನ್ ಎಲ್ಲರಿಗೂ ಕೂಡ. ಸೊ ಇವತ್ತು ತುಂಬ ಅದ್ಭುತವಾದಂಥ ಒಂದು ವಿಶೇಷ. ಗೋಪಾಲನ್ ಸರ್ಗೆ 80 ವರ್ಷ, 50 ವರ್ಷಗಳ ಮೇಲ್ಪಟ್ಟು ಈ ಒಂದು ಸಾಧನೆ ಸಮಾಜಕ್ಕೆ ಕೊಡುಗೆ. ಸೊ ಹಾಗಾಗಿ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನನ್ನನ್ನು ಕರೆದಿದ್ದಕ್ಕೆ, ನಾನು ಭಾಗಿಯಾಗಿಸಿದ್ದಕ್ಕೆ ನಿಮ್ಮೆಲ್ಲರಿಗೆ ನಾನು ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದಗಳನ್ನು ಹೇಳೋದಕ್ಕೆ ಇಷ್ಟಪಡ್ತೀನಿ. താങ്ക് യു സോ മച്ച് സാർ. പ്ലീസ് സ്റ്റേ ബാക്ക്. ആൻഡ് അദ്ദേഹത്തിന്റെ ലാംഗ്വേജിൽ സംസാരിച്ചുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ എക്സ്പ്രഷൻ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് വിചാരിച്ചാൽ അല്ലല്ല, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മൾ ക്ഷണിക്കാൻ പോവാണ്. എല്ലാ ലാംഗ്വേജസും അമ്മാനമാടുന്ന നമ്മുടെ സ്വന്തം പിഷു. Pishardi is here. Pishoto. Hi sir, hello Rishabh Shetty sir. I am Pishar Shetty sir. അത് എന്ന് പേര് മാറ്റി? എന്ന് പേര് മാറ്റി? My name is Pishardi. I just changed it as Pishar Shetty. For just a change. ഇനി പറഞ്ഞതൊക്കെ ഒന്ന് പറഞ്ഞുതരൂ, ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായി. പറഞ്ഞ കാര്യങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിരുന്നെങ്കിൽ. ഗോകുലം ഗോപാലേട്ടൻ മഹാനായ ഒരു വ്യക്തിയാണ്. ഒരു സാധാരണക്കാരന് എത്രമാത്രം വലിയ മനുഷ്യനാകാം എന്നുള്ളതിനും എത്രമാത്രം വലിയ മനുഷ്യനായാലും ഒരാൾക്ക് എന്തുമാത്രം സാധാരണക്കാരനായി നിൽക്കാം എന്നുള്ളതിനുമുള്ള വലിയൊരു ഉദാഹരണമാണ് ഗോപാലേട്ടൻ. വളരെ ശരിയാണ്, സംശയങ്ങളൊന്നുമില്ല. സമൂഹത്തിന്റെ പല മേഖലകളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടെങ്കിലും എന്റർടൈൻമെന്റ് സെക്ടറിൽ, സിനിമയിലും ടെലിവിഷനിലും എല്ലാം അദ്ദേഹം കടന്നു വരികയും അവിടെയും എല്ലാം കേരളത്തിന്റെ ചരിത്രം പറയുന്ന, അല്ലെങ്കിൽ ഇനി വരുന്ന ചിത്രങ്ങളിൽ ചരിത്രം പറയുന്ന ഒരുപാട് സിനിമകൾ, നല്ല മനോഹരങ്ങളായ സിനിമകൾ ഒരുക്കിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. 56 വർഷത്തോളം അദ്ദേഹത്തിന്റെ ഈ ഒരു ഗംഭീര കരിയർ ഒരുപാട് മലയാളികൾ മാതൃകയാക്കേണ്ട, നോക്കിക്കാണുന്ന, ആരാധനയോടെ നോക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ്. അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ വരാൻ പറ്റിയതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ കാന്താരയിൽ ആ ഒരു റൂറിംഗ് ശബ്ദം ഉണ്ടാക്കുന്ന ആ ഒരു സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എനിക്ക് ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാ ലാംഗ്വേജും മനസ്സിലാവുന്നതുകൊണ്ട് ഒന്ന് പുള്ളിയെടുത്ത് പറയാമോ? ഒരു ആഗ്രഹം, അവർ വിഷ് അല്ലേ? കാലിക്കറ്റ് ചോദിച്ചാൽ ചിലപ്പോ എങ്ങാനും ചെയ്താലോ? കന്നഡ ഡയലോഗ് ആൻഡ് ദ ഷൗട്ടിംഗ് ഈസ് ദേർ, നോ, ഇൻ ദാറ്റ് മൂവി. Kandara. No shouting, please. No shouting. I will dub for you. In a softer version, sir. Please, just. Malayalam dialogue. Dara. Okay. മോനെ ഹാപ്പി അല്ലേ? ഇത് മതിയല്ലോ. This is more than enough. ഒന്നുകൂടെ ചോദിക്കാമോ? അപ്പൊ ഞങ്ങൾ ഒരു മറുപടി പറയണേ, റിപ്ലൈ പറയണേ. Okay. Once again, please, sir. മോനെ ഹാപ്പി അല്ലേ? A little bit louder. മോനെ ഹാപ്പി അല്ലേ? Happy ആണ്. They are happy. Double happy. And thank you so much once again. വിടാൻ പറ്റുന്ന ഒരാളെ കൂടെ വിളിക്കാനുണ്ട്. ഞാനിപ്പോ പറഞ്ഞല്ലോ, ചരിത്ര സിനിമകൾ അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇപ്പൊ പുനരാവിഷ്കരിക്കുമ്പോൾ വലിയ ചെലവുള്ള സിനിമകളായി മാറും. പലപ്പോഴും അങ്ങനെയാണ്. ഒരു കഥാപാത്രത്തെയോ ഒരു കഥാസന്ദർഭമൊന്നുമല്ല, ഒരു പ്രദേശം മുഴുവൻ ഒരു കാലഘട്ടത്തിലേക്ക് മാറ്റി നടപെടേണ്ടതുണ്ട്. ഒരുപക്ഷെ മലയാളത്തിൽ അത്തരത്തിൽ ഏറ്റവും വലിയ സെറ്റിട്ട് ഒരുങ്ങുന്ന, ഏറ്റവും കൂടുതൽ കാലം ഷൂട്ട് ചെയ്ത, ഏറ്റവും കൂടുതൽ ചിലവേറിയ സിനിമകളിൽ ഒന്ന് നിർമ്മാണത്തിലിരിക്കുകയാണ് ഗോകുലത്തിന്റെ. ആ ചിത്രത്തിലെ നായകൻ ഇപ്പൊ ഏതാണ്ട് ഇതേ ഗെറ്റപ്പിൽ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. സുഹൃത്താണ്, സഹപ്രവർത്തകനാണ്. 2 പതിറ്റാണ്ടിലധികമായി നിരവധി കഥാപാത്രങ്ങളിലൂടെ നമുക്ക് പ്രിയപ്പെട്ട ഒരാളാണ്. സ്നേഹപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജയസൂര്യ. സ്വാഗതം. ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ശരിക്കും ഒരു അമ്മ പറ്റ മക്കളായിട്ട് തോന്നുള്ളൂ. Hope you're feeling the similar look, right? Yeah, always. Yes, always. We are like brothers only. Like brothers, they are brothers എന്ന് വേണം പറയാൻ. സോ ഈ 2 ബ്രദേഴ്സും കൂടെ ഒരുമിക്കുന്ന ഒരു വേദിയും കൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വേദി. അപ്പോ എന്താണ് ചേട്ടാ ഈ ഒരു ധന്യമുഹൂർത്തത്തിൽ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. കത്തനാർ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഗോപാലേട്ടൻ്റെ അടുത്ത് കൂടുതൽ അടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിഷു പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് എങ്ങനെ മറ്റുള്ളവരോട് ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന, അങ്ങനെ ബഹുമാനിച്ച് റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റൊരു സക്സസ് എന്ന് പറയുന്നത് ഈ മാറ്റങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരാളിനേക്കാൾ ഉപരി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരാളാണ് ഗോപാലേട്ടൻ എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്.
തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ഒരു യൂത്ത് ഐക്കണായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം യൂത്തിന് വരെ ഐക്കണാക്കി വെക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്